ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് നല്ല അടിപൊളി ഒരു ഐറ്റമാണ്. ബീഫിൻ്റെ ഹാർട്ട് വെച്ചിട്ട് നല്ല അടിപൊളി ഒരു റോസ്റ്റാണ് ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇത് കപ്പയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയൊക്കെ നല്ല അടിപൊളി ഒരു കോമ്പിനേഷനാണ്. അപ്പോൾ നാടൻ രീതിയിൽ കോട്ടയം സ്റ്റൈലിൽ ഇത് തയ്യാറാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു ഹൃദയം മൊത്തം എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഏകദേശം ഒരു 2 കിലോളം വെയിറ്റ് വരും. അപ്പോൾ നമുക്കത് ആദ്യമേ നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിനകത്ത് അധികം വേസ്റ്റ് ഒന്നും പോകാനില്ല. അപ്പോൾ ഞാനിതെല്ലാം ഇവിടെ നന്നായിട്ട് കട്ട് ചെയ്ത് കഴുകി വാരി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു മസാല തയ്യാറാക്കിയെടുക്കണം. അതിനായിട്ട് ഒരു ഗ്രൈൻഡറിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക്, അപ്പോൾ ഇത് 2 കിലോയ്ക്കുള്ള അളവാണ് ഈ പറയുന്നത്. അതുപോലെ 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം. അപ്പോൾ നമുക്കിത് ആദ്യമേ ഒന്ന് ചതച്ചെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് 1 കുടം വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഏകദേശം അത്രയും തന്നെ ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് ഞാനൊരു 2 എണ്ണം ഇവിടെ ചേർത്തുള്ളൂ. നമുക്ക് മെയിനായിട്ട് ഇതിലേക്ക് കുരുമുളകിൻ്റെ എരിവാണ് വരുന്നത്. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കാം. അപ്പോൾ നമ്മളിതെല്ലാം നന്നായിട്ട് ഇവിടെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഉരുളി വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് ചൂടായി വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് കടുകിട്ടൊന്ന് നന്നായിട്ടൊന്ന് പൊട്ടിക്കാം. അതിനുശേഷം നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടൊന്ന് മൂപ്പിക്കാം. അതിനുശേഷം നമ്മളതിലേക്ക് ഒരു 10-15 ചെറിയുള്ളി അരിഞ്ഞതും കൂടെ ചേർത്ത് ഗോൾഡൻ ബ്രൗൺ കളറാവുന്നോളം വരെ നമുക്കൊന്ന് വഴറ്റാം. ഇത് ഏകദേശം ഒരു 50 ഗ്രാമോളം വരും. ഇപ്പോൾ ഇത് നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ആദ്യമേ തന്നെ ചതച്ച് വെച്ചേക്കുന്ന അരപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇപ്പോൾ അരപ്പിൻ്റെ പച്ചമണമൊക്കെ മാറി നന്നായിട്ട് ഇത് മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഒരു 2 സവോള ചെറുതായിട്ട് അരിഞ്ഞും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി അതിന് വേണ്ട ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റാം. ഇപ്പോൾ നമ്മുടെ സവോളയൊക്കെ നന്നായിട്ട് വഴണ്ടിട്ടുണ്ട്. അപ്പോൾ തീയൊക്കെ ഒന്ന് താത്തി വെച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാല ചേർത്ത് കൊടുക്കാം. അപ്പോൾ മല്ലിപ്പൊടി 3 ടേബിൾ സ്പൂൺ, മുളക് പൊടി 1.5 ടേബിൾ സ്പൂൺ, അത് കാശ്മീരി ചില്ലിയും കൂടെ മിക്സാണ് കേട്ടോ. ഇനി അതിലേക്ക് മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഗരം മസാല 1 ടേബിൾ സ്പൂൺ. ഇത്രയും ചേർത്ത് ഇതിൻ്റെ പച്ചമണം മാറുന്നോടം വരെ നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ചട്ടി കട്ടിയുള്ള ചട്ടി ആയതുകൊണ്ട് ഇതിന് നല്ല ചൂടാണ്. അപ്പോൾ കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ പൊടിയുടെ പച്ചമണമൊക്കെ മാറി എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിന് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ചൂടുവെള്ളം ചേർത്ത് നമുക്ക് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അത് തിളച്ച് കഴിയുന്നതിന് നമുക്ക് അതിലേക്ക് ഇറച്ചി കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇറച്ചിയിലോട്ട് അരപ്പൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടും. അതിന് വേണ്ടിയാണ് കുറച്ച് വെള്ളം ഒഴിച്ച് ആദ്യമേ ഒന്ന് മിക്സ് ചെയ്യുന്നത്. നമുക്ക് ഇറച്ചിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ച് കറിവേപ്പില. ഇനി നമുക്കിതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ച് ഒരു 10 മിനിറ്റ് നേരം ഒന്ന് വേവിക്കാം. ഇപ്പോൾ കണ്ട് ഈ 10 മിനിറ്റ് നേരം കൊണ്ട് ഇറച്ചിയെന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങി നന്നായിട്ട് വെള്ളം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനിയിപ്പം വെള്ളം കുറഞ്ഞു പോയാൽ നിങ്ങൾ ഇടയ്ക്ക് വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയാവും. നമുക്ക് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ചു വെച്ച് വീണ്ടും വേവിക്കാം. ഇപ്പോൾ ഇത് ഏകദേശം ഒരു 45 മിനിറ്റ് നേരം കഴിഞ്ഞു. നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ ഇതിങ്ങനെ വേവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒന്ന് ഇളക്കി നോക്കാം. ഇപ്പോൾ ഇതൊരു 1/4 വേവായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഗ്രേവി കുറച്ചുകൂടെ ഒന്ന് കുറുകി കുറച്ചുകൂടെ ഒന്ന് വേവാനുണ്ട്. അതുവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ കണ്ടോ നമ്മുടെ ചാറൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അതുപോലെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് കഴിഞ്ഞു. ഈ നേരത്തെ നമുക്ക് വേണമെങ്കിൽ ഇത് ഉപയോഗിച്ച് തുടങ്ങാം. നല്ല അടിപൊളി ടേസ്റ്റാണ്. പക്ഷേ എനിക്കിതിൻ്റെ ഗ്രേവി കുറച്ചുകൂടെ ഒന്ന് കുറുകി വന്നാലേ ഞാൻ ഉദ്ദേശിച്ച ഒരു പാകത്തിലോട്ടാകത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ കുറച്ച് നേരം കൂടെ തീ താഴ്ത്തി വെച്ച് ഇതൊന്ന് കുറുക്കിയെടുക്കുകയാണ്. ഇപ്പോൾ ഇത് പാകത്തിനായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നല്ല ഫ്രഷായിട്ട് പൊടിച്ച് വെച്ചേക്കുന്ന കുറച്ച് മസാല ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു അരമുറി സവോള ചെറുതായിട്ട് അരിഞ്ഞത്, ഇത്രയും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ മസാലയ്ക്കകത്ത് വേറൊന്നുമില്ല. കുറച്ച് ഏലക്ക, ഗ്രാമ്പു, കറുവപ്പട്ട ഇത്രയും മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. അത് കുറേശ്ശെ എടുത്താൽ മതി. ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മിക്സായി കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ അവസാനമായിട്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് വെളുത്തുള്ളിയും ആദ്യമേ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ
റോസ്റ്റ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇത് നിങ്ങൾക്ക് പൊറോട്ടയുടെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയോ അല്ലെങ്കിൽ കപ്പയുടെ കൂടെയോ എന്ത് വേണേൽ യൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ ചൂടോടുകൂടി തന്നെ എല്ലാവരും ഇത് വിളമ്പി ഉപയോഗിക്കണം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായങ്ങൾ അറിയിക്കണം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.